ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഉസൈക്കും വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. റമളാൻ്റെ ഓർമ്മയാരവങ്ങളുമായി ഒരിക്കൽ കൂടി ശഅബാൻ മാസം വന്നിരിക്കുകയാണ്. പാപമോചനത്തിൻ്റെയും സ്വർഗപ്രവേശ സാധ്യതയുടെയും സമ്മാനങ്ങളും ഉപഹാരങ്ങളുമായി റമളാൻ എന്ന അതിഥി നമ്മെ തേടി വരികയാണ്. അതിഥികളെ നാം എങ്ങനെയാണ് സ്വീകരിക്കുക? നിത്യം വീട്ടിൽ വരുന്ന വീട്ടുകാരനെപ്പോലും നാം വീട്ടിൽ സ്വീകരിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഉപ്പ വരും, ബാപ്പ വരും, അതിനു മുമ്പായി ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കണം, സാധനങ്ങളൊന്നും അവിടെ ഇവിടെയും വാരി വലിച്ചിടരുത് എന്ന് സാധാരണ വീട്ടിലുള്ള ഉമ്മമാർ മക്കളോട് പറയാറുണ്ട്. നിത്യവും കാണുന്ന വീടിൻ്റെ ഭാഗമായ ഒരാളെപ്പോലും സ്വീകരിക്കുന്നതിന് നമ്മൾ നടത്തുന്ന ഒരുക്കം ഇത്രയുമാണെങ്കിൽ പുറത്തു നിന്ന് വരുന്ന ഒരതിഥിയെ നമ്മളെങ്ങനെ സ്വീകരിക്കും? അതും വർഷത്തിലൊരിക്കൽ വരുന്ന, അതും നമ്മൾക്കുള്ള ധാരാളം ഓഫറുകളുമായി സമ്മാനങ്ങളുമായി ജീവിതത്തിൻ്റെ നിങ്ങൾക്കുള്ള രക്ഷാമാർഗവുമായി വരുന്ന ഒരതിഥിയെ എങ്ങനെ സ്വീകരിക്കും? ശഅബാൻ മാസത്തിൽ സവിശേഷമായി നമ്മുടെ ആലോചനയിലുണ്ടായിരിക്കേണ്ട ഒരു വിഷയമാണത്. റമളാനങ്ങ് വരും ഒരു മാസം കഴിഞ്ഞാൽ. അപ്പോൾ വരുന്നത് പോലെ നമ്മൾ അതിനെ സ്വീകരിക്കും എന്നല്ല ശഅബാനിൽ നാം ആലോചിക്കേണ്ടത്. ശഅബാൻ എന്ന് പറയുന്നത് റമളാനുള്ള ദിവസങ്ങൾ എണ്ണാനുള്ള ഒരു മാസമല്ല. അത് വെറുമൊരു കാത്തിരിപ്പിൻ്റെ മാസവുമല്ല. പകരം അത് ആസൂത്രണത്തിൻ്റെ മാസമാണ്. ഒരു മാസം കഴിഞ്ഞ് വരാനിരിക്കുന്ന ആ മാസം, ആ അനുഗ്രഹത്തിൻ്റെ കാലം ഏറ്റവും എഫക്റ്റീവായി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തും എന്ന് ആലോചിക്കുകയും അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ടുന്ന സമയമാണിത്. റമളാനുകൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്, വന്നു പോയിട്ടുണ്ട്. അള്ളാഹു ആയുസ്സും ആരോഗ്യവും തന്നു കഴിഞ്ഞാൽ ഇനിയും വരാം. പക്ഷെ റമളാനെ വേണ്ട മാതിരി സ്വീകരിക്കുന്നതിന് എന്താണ് നമുക്കുള്ള തടസ്സമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിത്യപരിചയം നിന്ദ്യതയെ വളർത്തും എന്ന ഒരു പ്രയോഗമാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നത്. സാധാരണ 11 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മാസം വരുന്നു. അതിനാൽ അതിനെ ആ ഗൗരവത്തിലെടുക്കാൻ നമുക്ക് കഴിയാറില്ല. അതിനെക്കുറിച്ച് അശ്രദ്ധയുണ്ടാകും വല്ലാതെ. ഞാൻ ഓതി വെച്ച സൂറ അംബിയായിൻ്റെ തുടക്കത്തിലെ ആയത്തുകളിൽ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ അശ്രദ്ധയെക്കുറിച്ചാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങളുടെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു. അവരുടെ കർമ്മങ്ങൾക്ക് മുഴുവൻ അവരുത്തരം പറയേണ്ടുന്ന സമയം സമീപസ്ഥമാണ്. അവരുടെ അവസ്ഥ എന്താണ്? വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവർ അവരുടെ അശ്രദ്ധയിലങ്ങനെ അവർ നിന്നുകൊണ്ട് തിരിഞ്ഞു കളയുന്നു. അവർ ശ്രദ്ധിക്കുന്നില്ല ഈ കാര്യം. മാ യഅ്തീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസിൻ, എന്തെങ്കിലും ഒരു പുതിയ ഉത്ബോധനം അവരുടെ മനസ്സിൽ വന്നാൽ, അവരുടെ മുന്നിൽ വന്നാൽ, ഒരു ഓർമ്മപ്പെടുത്തൽ അവർക്ക് മുന്നിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, അത് കളിയായിക്കൊണ്ടല്ലാതെ അവരതിനെ കേൾക്കുന്നില്ല. അതിപ്പോൾ ഇങ്ങനെ വരാനാണ്, കുറേ കാലമായല്ലോ നമ്മൾ കേൾക്കുന്നതാണ്, നമ്മൾ കാണാത്തതാണോ എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡാവും പലപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവുക. ലാഹിയത്തൻ ഖുലൂബുഹും, എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? അവരുടെ ഹൃദയങ്ങൾ പ്രീഓക്യുപ്പൈഡാണ്. അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധ നിറഞ്ഞതാണ്. അവിടെ മറ്റെന്തൊക്കെയോ ഒന്ന് നിറഞ്ഞിരിക്കുന്നു. അതിനാൽ സമീപസ്ഥമായി കഴിഞ്ഞ അവരുടെ വിചാരണയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ഏത് സമയവും നീങ്ങേണ്ടതുണ്ട്, അവിടെ ഞാൻ സമാധാനം ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് അവർ അശ്രദ്ധരായി പോകുന്നു. നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, പരിസരത്ത്, കാലത്ത് നിന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ അശ്രദ്ധയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ട് അവയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവയുടെ ബാഡ് എഫക്ട്സിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, മോശം സ്വാധീനങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്
റമദാന് വേണ്ടിയുള്ള നമ്മുടെ മുന്നൊരുക്കത്തിൽ ഇപ്രാവശ്യം അജണ്ടയിൽ ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കാനുള്ളത്. ഇക്കാലത്ത് അശ്രദ്ധയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വളരെ വ്യാപകമാവുകയും ഓരോരുത്തർക്കും സ്വന്തമായി ഗാഡ്ജറ്റ്സുകൾ ഉണ്ടാവുകയും ഉപകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടുകൂടി വല്ലാത്ത ഒരു നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക്, ഗഫലത്തിൻ്റെ പീക്കിലേക്ക്, അശ്രദ്ധയുടെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയാം. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണയായി കുട്ടികളെക്കുറിച്ചും ചെറുപ്പക്കാരെക്കുറിച്ചുമാണ്. ഇപ്പോഴത്തെ കുട്ടികളെന്താ ഇങ്ങനെ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്താ ഇങ്ങനെ എന്നതാണ് സാധാരണ മുതിർന്നവരുടെ ചോദ്യം. പക്ഷേ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് മുതിർന്നവരും കുട്ടികളും ഒരുപോലെ മുക്തരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുടുംബങ്ങളിൽ ഒരു ഡൈനിങ് ടേബിളിന് അഭിമുഖമായി ഇരിക്കുമ്പോൾ തന്നെ കുടുംബങ്ങൾ തമ്മിൽ സപ്തസമുദ്രങ്ങളുടെ അകലമുണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് ആളുകളുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്പർശനത്തിൻ്റെ അകലത്തിൽ നിലകൊള്ളുന്ന ദമ്പതികൾ തമ്മിൽ തീർത്തും വ്യത്യസ്തമായ ലോകങ്ങളിൽ ഒരേ റൂമിൽ ചെലവഴിച്ചുകൊണ്ട് തന്നെ അവർക്ക് ചെലവഴിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീർന്നിരിക്കുന്നു. എല്ലാവരും ഒരുപാട് സമയം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രോളിംഗ് നിരന്തരമായി അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര നമ്മൾ മോചിതമാവണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മളത് കയ്യിലെടുക്കുന്നു. നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ്, ടോയ്ലറ്റിലേക്ക് പോകുന്നതിന് മുമ്പ്, ഉറങ്ങിയതിന് ശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊരു അന്വേഷണത്തിലേക്ക് നമ്മൾ പ്രേരിതരാകുന്നു. നമ്മുടെ ദിവസം അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവസാനം വരെ എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചുകൊണ്ടും അന്വേഷിച്ചുകൊണ്ടും സമാധാനപരമായി ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മളായിത്തീരുന്നു. എന്നിട്ട് അവസാനം മണിക്കൂറുകൾക്ക് ശേഷം എന്താണ് സംഭവിച്ചത്, എന്താണ് കിട്ടിയത്, എന്തിനായിരുന്നു എന്ന് ചോദിച്ച് വിഷമത്തോടു കൂടി അല്ല ഇന്നെന്തായാലും ഇങ്ങനെയായി, നാളെ മുതൽ ഇതൊന്ന് മാറ്റും എന്ന് തീരുമാനിച്ചുകൊണ്ട് കിടക്കുകയും നാളത്തെ ദിവസം ഇന്നലത്തേതുപോലെ തന്നെ പുനരാരംഭിക്കുകയും ചെയ്യുന്ന ഒരു ദൗർഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവസാനം ഒന്നിലും ആഹ്ലാദം കണ്ടെത്താൻ കഴിയാതെ, ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയാതെ, ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാതെ നമ്മളായിത്തീരുന്നു. മുതിർന്ന തലമുറ ആലോചിച്ച് നോക്കണം. മുമ്പൊരു കാലത്ത് നമ്മൾക്ക് പാട്ടുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടൊരു പാട്ട് നമ്മൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് പ്രൊസീജിയറുണ്ട്. പാട്ട് സംഘടിപ്പിക്കണം, കാസറ്റ് സംഘടിപ്പിക്കണം, അതിനൊരു ടേപ്പ് റെക്കോർഡർ വേണം. അതെല്ലാ സ്ഥലത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കറണ്ട് ഉണ്ടാവില്ല, കറണ്ട് ഇല്ലെങ്കിൽ ബാറ്ററി സംഘടിപ്പിക്കണം. ഒരുപാട് പ്രൊസീജിയേഴ്സാണ്. അതിനൊരു പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന, അത് പിന്നീടും ആസ്വദിക്കാൻ കഴിയുന്ന ഒരവസ്ഥ. നാടിൻ്റെ സാമ്പത്തികാവസ്ഥ മാറി, സാമൂഹ്യാവസ്ഥ മാറി. ഇപ്പോൾ നമ്മൾക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എത്ര പ്രിയപ്പെട്ടതാണെങ്കിൽ പോലും നിങ്ങൾക്കത് ആവർത്തിച്ച് കിട്ടും, വളരെ പെട്ടെന്ന് ബോറടിച്ചു പോകുന്നു. അതിനാൽ കേൾക്കുന്ന ഒരു പാട്ടും മുഴുവിക്കാൻ കഴിയാതെ നമ്മൾ അടുത്തതിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. മുതിർന്നവരുടെ കാര്യം ഇതാണെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൻ്റെ ലോകത്തേക്ക് തന്നെ ജനിച്ചു വീണ ഇപ്പോഴത്തെ ഇളം തലമുറയുടെ കാര്യം പറയേണ്ടതില്ല. കാരണം അവരുടെ മെൻ്റൽ ഫ്രെയിംവർക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇതിനനുസൃതമായ രീതിയിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ്. നമ്മളെപ്പോഴും സംസാരിക്കുന്നു അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു പോയതിനെക്കുറിച്ച്, ശ്രദ്ധയില്ലായ്മയെക്കുറിച്ച്. ഇത് നൽകിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ മാനസിക പ്രശ്നങ്ങൾ സമൂഹത്തിൽ പ്രശ്നമായി മാറുന്നു. മെൻ്റലായിട്ട് ആളുകൾ വല്ലാത്ത ഒരു ഗുരുതരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികൾ പറയുന്നു ബ്ലാങ്കായി പോകുന്നു, ഇടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നില്ല. ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു പദം തന്നെയുണ്ട്. അതിന് തലച്ചോറിന് എന്തെങ്കിലും പരിക്ക് പറ്റിയെന്നല്ല അതിൻ്റെ അർത്ഥം. തലച്ചോറിൻ്റെ ഫിസിക്കൽ സ്റ്റാറ്റസൊക്കെ അതുപോലെ തന്നെ, അതിൻ്റെ ഭൗതിക ഘടന അതുപോലെ തന്നെ നിലനിൽക്കെ തന്നെ ആ ബ്രെയിൻ കൊണ്ട് മുമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത, കാര്യങ്ങളെ ആലോചിക്കാൻ കഴിയാത്ത, കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ശാസ്ത്രജ്ഞന്മാർ ഡോപ്പമൈൻ ഓവർലോഡ് എന്ന് പറയുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. എന്താണ് ഡോപ്പമൈൻ? നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രേരണ നൽകുന്ന, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സന്തോഷം നൽകുന്ന, ശരീരം ഉത്സർജിക്കുന്ന ഒരു കെമിക്കൽ. അത് ആ സന്തോഷം കൂടുന്നതിനനുസരിച്ച് അത് ഒരുപക്ഷെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ കുറേ കഴിയുമ്പോൾ
അതിൽ സന്തോഷം നൽകാൻ കഴിയാത്ത, കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥ മനുഷ്യ ശരീരത്തിൽ ഉണ്ടായിത്തീരുന്നു. ഈ പറയുന്നതിനർത്ഥം നമ്മൾക്കെപ്പോഴും ഹറാം ഹലാൽ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം റജിമുകളിൽ നിന്ന് ആലോചിക്കാനാണ്, അത്തരം ആലോചനകളിലാണ് നമ്മളെപ്പോഴും ഉണ്ടാവുക. ഇത് ഹറാമാണോ ഹലാലാണോ എന്നുള്ളതല്ല. അത് ഹറാമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾ എന്താണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഫാഹിഷത്തിൽ പെടുന്നതാണോ, കാണരുത് എന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ള സംഗതിയാണ് എങ്കിൽ അത് ഹറാമാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചയില്ല. അത് നിങ്ങളുടെ ഇബാദത്തുകളിൽ നിന്ന്, നിങ്ങളുടെ ബാധ്യതകളിൽ നിന്ന്, ആരാധനകളിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളിൽ നിന്ന്, നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിന്ന്, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അത് നിങ്ങളെ തടയുന്നുവെങ്കിൽ അത് മറ്റൊരു പ്രശ്നമാണ്. അപ്പോഴും അത് നിഷിദ്ധമായി മാറും. പക്ഷേ ഈ കേവല നിഷിദ്ധതയ്ക്ക് അപ്പുറത്തെന്ത് സംഭവിക്കുന്നു? ഹലാലെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ പോലും പരിധിയും നിയന്ത്രണവുമില്ലാതെ ഇതിൻ്റെ അഡിക്റ്റുകളായി പോകുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ബർക്കത്തിന് വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, കുടുംബം ഒന്നിച്ച് ചെലവഴിക്കുക എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ആയുസ്സിൽ വർധനവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, റിസ്കിൽ വിശാലത, നിങ്ങളുടെ വിഭവങ്ങളിൽ വിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കുടുംബബന്ധം പുലർത്തുക. സിലത്തുർ റഹ്മ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ പിശാച് അതിൻ്റെ കടക്കൽ തന്നെ കത്തിവെക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അടുത്തുണ്ടായിരിക്കുമ്പോൾ പോലും നിങ്ങൾ അകലങ്ങളിലായി മാറുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ബബിളുകളിൽ മാത്രമായി പോകുന്ന, അവരവരുടെ കുമിളകളിൽ, അവരവരുടെ സ്വയമുണ്ടാക്കിയ ലോകത്ത് മാത്രമായി പോകുന്നു സോഷ്യൽ മീഡിയയിൽ. അത് പ്രകടമായ ഹറാമായിക്കൊള്ളണമെന്നില്ല. കാരണം വല്യമ്മ ഉണ്ടാകുന്നത് ദിക്ർ മജ്ലിസിൻ്റെ സദസ്സിലാവും, ദിക്ർ മജ്ലിസിൻ്റെ ബബിളിലാവും വല്യമ്മ ഉണ്ടാകുന്നത്. വല്യപ്പ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ദീനീ പ്രസംഗകൻ്റെ, പ്രഭാഷകൻ്റെ ഒരു ബബിളിലായിരിക്കും. ബാപ്പയുണ്ടാകുന്നത്, ഉപ്പയുണ്ടാകുന്നത് ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് സംബന്ധിച്ച, അല്ലെങ്കിൽ ദേശീയമോ അന്തർദേശീയമായ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ച് വേണം ഞാൻ മുന്നോട്ട് പോകാൻ എന്നുള്ള ആലോചനകളിലായിരിക്കും. ഉമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുക കുക്കിങ്ങിൻ്റെയോ പാരൻറ്റിങ്ങിൻ്റെയോ ഒക്കെ ഏതെങ്കിലും ബബിളുകളിലാവും. കുട്ടികളാണെങ്കിൽ ഗെയിമിൻ്റെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് ഫിസിക്കലായി, ഭൗതികമായി, ശാരീരികമായി ഒന്നിച്ചിരിക്കെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾക്ക് നിർദ്ദേശിച്ചു തന്ന ഇസ്ലാമിക സാമൂഹിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ യൂണിറ്റ് തകർക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ ദമ്പതികൾക്കിടയിൽ ഡിവോഴ്സ് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. കാരണം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളായി നിൽക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ ട്രെയിൻ ചെയ്യപ്പെടുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ നേരിടുന്ന സങ്കീർണമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിയുക. നമ്മളാരും കുട്ടികളെ ചെറുപ്പത്തിലെ ഗാഡ്ജറ്റ്സ് കൊടുത്ത് ശീലിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളല്ല. പക്ഷെ അതിഥികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, വീട്ടിലുള്ള സ്ത്രീകളായ ആളുകൾക്ക് അടുക്കളയിലെ പണി നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത്തരം സാധനങ്ങൾ കൊടുക്കാൻ നിർബന്ധിതമാകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് എങ്ങനെയാണ് ഈ ഒരു കെണിയെ നമ്മൾക്ക് അതിജീവിക്കാമെന്നത്. ഇത് ഉപേക്ഷിച്ച് പോകാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അതുകൊണ്ടാണ് അതിവാദങ്ങൾ ഒരിക്കലും ഇതിന് പരിഹാരമല്ല. പക്ഷെ നിയന്ത്രണങ്ങൾ, മധ്യമമായ ഒരു രീതി ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളാനുള്ള വളരെ പ്രധാനപ്പെട്ട പാഠം. നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് എത്ര സമയമായിരിക്കും ഞാനിതിന് ചെലവഴിക്കുന്നത്. ലോകത്തെ എല്ലാ വിഷയങ്ങളും അറിഞ്ഞും അത് പരിഹരിച്ചും മാത്രമാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അത് നമ്മെ തള്ളിക്കളയുണ്ടോ, അത് അകറ്റിമാറ്റുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക. അതിനുള്ള ഒരു ട്രെയിനിങ് പീരീഡായി അടുത്ത റമളാനെ ഉപയോഗപ്പെടുത്താൻ പാകത്തിന്. ഒറ്റയടിക്ക് നമ്മൾക്കൊരു പക്ഷേ മാറ്റങ്ങൾ സാധ്യമായില്ല എന്ന് വരും. പക്ഷെ ക്രമേണ നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധത്തിൽ നിന്ന്, കാരണം ഞാൻ ഇനി ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എവിടെ നമ്മൾക്ക് ഇത്രമാത്രം വലിയ സമയം എന്നുള്ള ഒരു തോന്നൽ നമ്മൾക്കുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ഷാബാനിൽ നമ്മൾ സംസാരിച്ചപ്പോൾ സമയം ലാഭിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച്, ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് സമയം കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിന്നുകൊണ്ട് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ജീവിത സമയം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ ഫിത്ന എന്ന് പറഞ്ഞാൽ കുഴപ്പമെന്ന് മാത്രമല്ല, അതൊരു പരീക്ഷണം കൂടിയാണ്. പരീക്ഷണം എന്നുമുണ്ട് ആ വാക്കിൻ്റെ അർത്ഥം. ആ പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടി എങ്ങനെ നമ്മൾക്ക് മുന്നോട്ട് പോകാം എന്നത് സംബന്ധിച്ച ആലോചനയുണ്ടാവുക.
ഓരോ കാര്യങ്ങളെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞു, പ്രകടമായ ഹറാമുകളെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹലാൽ എന്ന് നമ്മൾ കരുതുന്ന, മുബാഹി എന്ന് പറയുന്ന, അനുവദനീയമെന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അള്ളാഹു എനിക്ക് തന്ന ആയുസ്സിൽ ഞാൻ ചെയ്യേണ്ടത് തന്നെയോ എന്നാലോചിച്ച് അതിനൊരു മുൻഗണനാക്രമം നിശ്ചയിക്കുക എന്നുള്ളത് തീർച്ചയായും നമ്മൾ ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഷാബാൻ മാസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മൾക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ റമളാൻ അല്ലാത്ത മാസം എന്ന് പറയുന്നത് ഷാബാൻ. അതിനാൽ ഷാബാനിൽ നമ്മൾ നോമ്പ് നോൽക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തെ കൂടി നോമ്പ് ഓർമ്മിപ്പിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റമളാനിലാണ് മാസം മുഴുവൻ റസൂൽ നോമ്പ് നോറ്റിട്ടുള്ളത്. പക്ഷേ ഷാബാനിൽ ചിലപ്പോൾ റസൂൽ തുടർച്ചയായി നോമ്പ് നോൽക്കുന്നത് കാണുമ്പോൾ റസൂൽ ഈ മാസം മുഴുവൻ നോമ്പ് നോറ്റ് കളയുമോ എന്ന് ഞങ്ങൾ വിചാരിച്ചു പോകുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതിനാൽ ഓരോരുത്തരും അവരുടെ കഴിവിനും സാധ്യതക്കുമനുസരിച്ച്, ഞാൻ നിങ്ങളോട് പറയും 3 നോമ്പെങ്കിലും നിങ്ങൾ നോൽക്കണം എന്നുള്ളതാണ്. കാരണം റസൂലിൻ്റെ ആ ഒരു സുന്നത്തിനോട് അനുധാവനം ചെയ്യാൻ, പിന്തുടരാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമമായ ഒരു കാര്യം, കൂടുതൽ കഴിയുന്ന ആളുകൾ തിങ്കളാഴ്ചകൾ, വ്യാഴാഴ്ചകൾ ഒക്കെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നമുക്ക് നടത്താം. ഒരു വ്യാഴാഴ്ച കഴിഞ്ഞു പോയി, ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നത് സംബന്ധിച്ച് ആലോചിക്കുക. ഞാൻ 3 എന്ന് പറയുന്നത് ഈ മാസത്തിൽ 3 എണ്ണം നോൽക്കുന്നത് പ്രത്യേകമായൊരു കാര്യമായതുകൊണ്ടല്ല, മറിച്ച് 2 നോമ്പ് നമ്മൾ സാധാരണ മുഹറത്തിൽ നോൽക്കുന്ന വിശ്വാസികളായ ആളുകളാണ് നമ്മൾ. അതിനേക്കാൾ ഒന്നെങ്കിലും അധികം. അപ്പോഴും നമ്മൾ തർക്കത്തിൽ അഭിരമിക്കും. എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് തർക്കമാണ്. ഷാബാൻ 15 നോമ്പുണ്ടോ ഇല്ലയോ? ഇനി നിങ്ങൾ സാധാരണ മതപരമായ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫീഡുകളിൽ ധാരാളമായി അത് വന്നു നിറയും. അഭിപ്രായ വ്യത്യാസമുണ്ട് ആ വിഷയത്തെക്കുറിച്ച്. പക്ഷെ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യം, അയ്യാമുൽ ബീള് എന്ന് പറയുന്ന 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് ശക്തമായി സുന്നത്തുള്ളതാണ്. അതിനാൽ നിങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ പറ്റുന്നൊരു ദിവസം തന്നെയാണ് ഈ എല്ലാ മാസത്തിലെ 15 പോലെ ഈ മാസത്തിലെ 15. അത് ഷാബാൻ എന്നുള്ള നിലക്ക് നിങ്ങൾ 3 ദിവസം അയ്യാമുൽ ബീളിൻ്റെ ദിവസങ്ങൾ നോൽക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ നോമ്പ് നോൽക്കാനുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക പിന്തുടരുക എന്ന അർത്ഥത്തിലാണ്. അതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കി നമ്മൾക്ക് എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന പോയിന്റുകളിൽ യോജിച്ചുകൊണ്ട് ആ സുന്നത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ബന്ധങ്ങൾ നന്നാക്കുക എന്നുള്ളതാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത തൊബറാനിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നത്, ഷാബാൻ 15 രാവിൽ അള്ളാഹു തൻ്റെ സൃഷ്ടികളെയെല്ലാം വീക്ഷിക്കും. എന്നിട്ട് മുശ്രിക്കിനും പരസ്പരം പകയും വിദ്വേഷവുമായി പിണങ്ങി നിൽക്കുന്നവർക്കുമൊഴികെ എല്ലാവർക്കും അവൻ പുറത്തു കൊടുക്കും. വലിയ ഓഫറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുശ്രിക്കുകളല്ല, ശിർക്ക് ചെയ്യുന്ന ആളുകളല്ല. പക്ഷെ നമ്മളെ അപകടപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു വശം ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് പകയും വിദ്വേഷവും കാരണം പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ എന്നാണ്. അതിനാൽ അത് റമളാൻ വരട്ടെ, എന്നിട്ട് ഞാൻ നന്നാവാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ റമളാൻ കഴിയട്ടെ, ഞാൻ ആ പിണക്കം മാറ്റാൻ ശ്രമിക്കാം എന്ന് വിചാരിക്കുന്ന അവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൂടാ. അത് നമ്മുടെ ഏത് ബന്ധങ്ങളാണ്, ഒരുപക്ഷെ കുടുംബത്തിലാവാം, ജോലി സ്ഥലത്താവാം, സാമൂഹ്യ രംഗത്താവാം. പിണക്കമെന്ന് പറയുമ്പോൾ തന്നെ, വിഷമമെന്ന് പറയുമ്പോൾ തന്നെ, പക, അസൂയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന മനസ്സിൽ വരുന്ന ചില ഇമേജുകളുണ്ടാകും, ചില ആളുകളുണ്ടാകും. അവരുമായുള്ള ബന്ധം നന്നാക്കിക്കൊണ്ട് പോവുക എന്നുള്ളത് ഈ റമളാന് ശരിയായ രീതിയിൽ സ്വാഗതം ചെയ്യാനുള്ളൊരു പ്രീ കണ്ടീഷൻ ആണ് എന്നാണ് തൊബ്രാനിയുടെ ഈ ഹദീസ് വഴി നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അതിഥിയാണ് റമളാൻ എന്നുള്ളത്. അതിഥി ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് വളരെ പെട്ടെന്ന് പറയാതെ വന്നുകൂടാ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ പറയാറുണ്ട്, എന്തേ പറയാതെ വന്നത് എന്ന് ചിലപ്പോൾ ആളുകൾ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി വിചാരിക്കുന്ന അതിഥികളോട് നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം നമ്മൾക്ക് വല്ലാത്തൊരു സന്ത്രാസമാണ്, വല്ലാത്ത പ്രയാസമാണ് അതിഥി വന്നു കഴിഞ്ഞാൽ അയാളെ ശരിയായ രീതിയിൽ ഡീൽ ചെയ്യാൻ കഴിഞ്ഞു. അതിനപ്പുറത്ത് വീടൊക്കെ ശരിയായ ഓർഡറിലാണോ നിൽക്കുന്നത്? അതിനാൽ നമ്മളിങ്ങനെ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കും വന്ന ആളോട്. ഇവിടെയൊക്കെ ഇങ്ങനെ ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ടാവും എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയും. മക്കൾ ഇപ്പോൾ സ്കൂളിൽ പോയതേ ഉള്ളൂ, ഞാൻ അതിനുശേഷം ഒന്ന് അടുക്കളയിൽ പോയതായിരുന്നു, അവിടുത്തെ പണിയിലായിരുന്നു, അതിനാൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, മൂപ്പർ ഇപ്പോൾ പോയതേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അതിഥിയെ കാണിക്കാൻ പാകത്തിനല്ല നമ്മുടെ വീടുകൾ. പെട്ടെന്ന് അതിഥി വന്നതിനാൽ ഉള്ളത്
എന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് ഇങ്ങനെ നമ്മുടെ ശരിയായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടില്ലാതിരുന്ന വീട് കണ്ട് അതിഥി പോയി കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും, അയ്യോ എന്ത് ഇംപ്രഷനുമായിട്ടാണ് അയാൾ പോയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കും. അല്ലല്ലോ, ഇവിടെ വന്ന് തിരിച്ചു പോയ അതിഥികളും ആലോചിക്കുമല്ലോ, എന്താണ് ഒരു വീട്, വളരെ മനോഹരമായിരിക്കുന്നു, വലിയ ബിൽഡിങ്ങാണ്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ അതിൻ്റെ മാറാലിയൊന്ന് തട്ടാൻ, അവിടുത്തെ പൊടിയൊന്ന് ഒഴിവാക്കാൻ, ഡൈനിങ് ടേബിളിലെ ചെയറുകളും ബെഡ്ഷീറ്റുകളും ഒന്ന് ശരിക്ക് നിവർത്തിയിടാൻ കഴിയുന്നില്ലല്ലോ അവർക്ക്. എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവരും ആലോചിക്കും. ഇത് സാധാരണ മാനുഷിക ബന്ധങ്ങളിൽ, മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ വരാനുള്ള അതിഥികൾ ആരാണ്? അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. റമദാൻ മാസം എന്ന് പറയുന്നത് സ്വർഗം തുറന്നിട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് എത്തിക്കണം എന്ന് കരുണാവാരിധിയായ നാഥൻ ആഗ്രഹിക്കുന്നു. അതാണ് നരകത്തിൻ്റെ വാതിലുകൾ അടച്ചു, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു, പിശാചുകളെ ബന്ധനസ്ഥനാക്കി എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാൽ ആ അതിഥികൾ അവരോട് ചോദിക്കുമല്ലോ. റമളാൻ്റെയും അല്ലാത്തയുമായ ദിവസങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. ദിവസത്തിൻ്റെ അവസാനത്തിൽ മലക്കുകൾ ഇറങ്ങും. അവർ ഷിഫ്റ്റ് കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. അപ്പോൾ രാത്രിയുടെ മലക്കുകൾ വരും. അവർ തിരിച്ചു പോകുന്ന റിപ്പോർട്ട് നമ്മൾ സാധാരണ അസറിന് ഹാജരാകുന്നതിനെക്കുറിച്ചും ഫജ്റിന് സുബഹിക്ക് ഹാജരാകുന്നതിനെക്കുറിച്ചും പറയുമ്പോൾ നമ്മളിത് പറയാറുണ്ട്. മലക്കുകൾ, പകലിൻ്റെ മലക്കുകൾ അള്ളാഹുവിങ്കൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം. ആ അടിമ എവിടെയായിരുന്നു, അവൻ അവൾ എന്നന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, നമസ്കാരം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു, ഇഖാമത്തു സ്വലാത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു, തഖ്വയിലുള്ള ജീവിതം നയിക്കുന്ന രീതിയിലാണ് ഞാൻ അവളെ ഞാൻ അവിടെ കണ്ടത്. ഇതേ റിപ്പോർട്ട് തന്നെ രാത്രിയുടെ മലക്കുകളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ നിങ്ങളെ ചൊല്ലി, നിങ്ങളെപ്പറ്റി നിരന്തരമായി ആകാശ സദസ്സുകളിൽ, അള്ളാഹുവിൻ്റെ സദസ്സുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നിടത്ത് നിങ്ങളെക്കുറിച്ചുള്ള നന്മകൾ പറയപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? തഖ്വ എന്ന് പറയുന്ന വാക്ക്, വളരെ മനോഹരമായ വാക്ക്, മലയാളത്തിൽ പലപ്പോഴും ഭക്തി എന്നാണ് പരിഭാഷപ്പെടുന്നത്. നമ്മൾ തെറ്റിദ്ധരിച്ച് പോകാറുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളും ഇടപാടുകളുമൊക്കെ കഴിഞ്ഞ് അവസാനം കുറച്ച് പ്രായമൊക്കെ ആയി അല്ലെങ്കിൽ കുറച്ച് മാറിയിരുന്നതിന് ശേഷം ചെയ്യാനുള്ളതാണ് ഭക്തി എന്ന് അല്ല. പകരം ജീവിതത്തിൻ്റെ യാത്രയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എത്തിപ്പെട്ട ഏതവസ്ഥയാവട്ടെ, ആ അവസ്ഥയിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? അതിനനുസൃതമായൊരു പ്ലാനിങ് നിങ്ങൾക്കുണ്ടോ? കഴിവിൻ്റെ പരമാവധി അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞു പോകും എങ്കിൽ നിങ്ങൾ തഖ്വയുള്ള ആളായി. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊന്നുമില്ലാതെ ഗഫലത്തിൻ്റെ അവസ്ഥയിലാണ്, അശ്രദ്ധയുടെ അവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്കിൽ എത്ര ശാബാനുകൾ ജീവിതത്തിൽ കയറി വന്നു കഴിഞ്ഞാലും റമളാന് വേണ്ടി ഒരുങ്ങാൻ കഴിയാത്ത ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും. അത്തരം ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. വിശുദ്ധ റമളാനെ നല്ല മനസ്സോടുകൂടി സ്വാഗതം ചെയ്യാൻ കഴിയുന്ന അവൻ്റെ നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഅബാൻ മാസത്തെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.